ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ ചൗമീൻ അല്ലെങ്കിൽ ചിക്കൻ നൂഡിൽസ് എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം, സെലറിയുടെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ എടുക്കാം. പിന്നെ നൂഡിൽസും കുറച്ച് സോസുകളും സോൾട്ടും പെപ്പറും വേണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ നൂഡിൽസ് അതിൻ്റെ പാക്കേജ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്ക് ചെയ്ത് ആ വെള്ളം ഡ്രെയിൻ ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അതും ഡ്രെയിൻ ചെയ്ത് ഇതുപോലെ ഒരു പാനിൽ സ്പ്രെഡ് ചെയ്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും വലിയ പീസാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കുക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം സോയ സോസും പിന്നെ ഒരു എഗ്ഗ് ഫുള്ളായിട്ട് ബീറ്റ് ചെയ്തതും കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. എഗ്ഗ് ഉപയോഗിക്കാത്തവർക്ക് എഗ്ഗ് ഉപയോഗിക്കണമെന്നില്ല. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് വയ്ക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് നമുക്കിതിൻ്റെ സോസുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു 2 ടീസ്പൂണോളം സോയ സോസും 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസും ഒരു 2 ടീസ്പൂണോളം ചില്ലി സോസും 1/2 ടീസ്പൂൺ ഹണിയും ഒരു 1 ടീസ്പൂണോളം ഡാർക്ക് സോയ സോസും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം കെച്ചപ്പും 1 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നൂഡിൽ ഉണ്ടാക്കി കഴിയുമ്പം ഏതെങ്കിലും സോസ് ഒന്നുകൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നിയാൽ അന്നേരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കന് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനത് 2 സൈഡിലേക്കും തിരിച്ചു മറിച്ചു വിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി വലിപ്പമുള്ളൊരു പാനിലേക്ക് ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുവാണ്. അതൊന്ന് ചെറിയ ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റെഡിയാക്കുമ്പോൾ തീയെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സെലറി, ക്യാബേജ്, ക്യാപ്സിക്കം ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പോലെ ചേർക്കാം. ഞാൻ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചിക്കൻ പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ഇട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനെഗർ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ റൈസ് വിനെഗറാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗ്രീൻ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഒന്നും സ്റ്റിക്കൊന്നും ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൂഡിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും 1 ടീസ്പൂണോളം സെസമേ ഓയിലും ചേർക്കുന്നുണ്ട്. സെസമേ ഓയിലൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ഈ ടൈമിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് ചിക്കൻ ചൗമീൻ അല്ലെങ്കിൽ ചിക്കൻ നൂഡിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്ര ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു നൂഡിൽസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. വെജിറ്റബിൾസും ചിക്കനും എല്ലാം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.